ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പാൽ കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് ആദ്യം 1/4 കപ്പ് കടലപ്പരിപ്പാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അങ്ങനെ ഇതിപ്പം നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 3/4 മണിക്കൂർ കുതിർത്തെടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇതാ ശർക്കരപ്പാനി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ കടലപ്പരിപ്പ് കുതിർക്കാൻ വെച്ചിട്ട് 3/4 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 250ൻ്റെ കപ്പിനാണ് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കുതിർത്തെടുത്ത കടലപ്പരിപ്പിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കരുത്, പകുതി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതുപോലെ പകുതി ചേർത്ത് കൊടുത്താൽ മതിയേ. അങ്ങനെ ഇപ്പോൾ ഇതാ കടലപ്പരിപ്പ് പകുതി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ശർക്കരപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം ശർക്കര പാനിയാക്കിയിട്ട് ഒരു 1/4 കപ്പ് അരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിക്കണം. ഫ്ലെയിം ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പം നന്നായി തിളച്ചിട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പച്ചരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ല പോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് ആറിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് വറുത്തെടുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ ആക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇതാ ഇതിപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു കടായി ചൂടായതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൂടെ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഉരുക്കി മാറ്റി വെച്ച ശർക്കരപ്പാനി ഇതുപോലെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ ഇതിപ്പം നല്ല പോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉരുട്ടി വെച്ച ബോൾസ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുത്തി ഉടക്കാനൊന്നും പാടില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇങ്ങനെ തന്നെ വേവാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ബോൾസ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടിയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അരിപ്പൊടി കലക്കി ഒഴിച്ചു കൊടുക്കുന്നത്. അരിപ്പൊടി കലക്കിയത് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പം കണ്ടില്ലേ നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
കൂടെ 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് തിളപ്പിക്കാൻ പാടില്ല. നല്ല പോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയേ. നല്ല പോലെ ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല പോലെ ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടില്ല. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനിയൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. കൂടെ ഇതിലേക്ക് കുറച്ച് ക്യാഷും ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി വറുത്തെടുത്തത് നമുക്ക് ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പാൽ കൊഴുക്കട്ട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.